ദേശവിരുദ്ധമായി നടക്കുന്ന പാറ്റ കലാപം പൊളിഞ്ഞു തുടങ്ങി. കലാപകാരികൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണെന്നാണ് വിവരം. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾ ഇവിടെ അയച്ചത് ആരാണെന്നും രാജ്യം മുഴുവൻ അറിയാം എന്ന അഭിജിത് ദീപികയ്ക്ക് മുന്നറിയിപ്പ് നൽകി നിഹാങ്ക് സിക്കുകാർ. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരം നടക്കുന്ന സ്ഥലങ്ങളിൽ നിഹാങ്ക് സിക്കുകാരുടെ ഒരു സാന്നിധ്യം കണ്ടിരുന്നു. അതായത് പരമ്പരാഗത സിഖ് വേഷം ധരിച്ച് വാളും വടികളുമൊക്കെ ഏന്തി നടക്കുന്ന ഇത്തരം സിഖുകാരുടെ അല്ലെങ്കിൽ പരമ്പരാഗത സിഖുകാരെ നമ്മൾ കണ്ടതാണ്. അവർ ഒരു ഘട്ടത്തിൽ പോലീസിന് നേരെയൊക്കെ തിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് പാറ്റ പാർട്ടിയുടെ ലക്ഷ്യം വിദ്യാർത്ഥി ക്ഷേമമല്ല, മറിച്ച് രാജ്യത്തെ കലാപങ്ങൾ അഴിച്ചുവിടുക, അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു. അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാണ്. അതായത് അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അതായത് പാറ്റ പാർട്ടിയുടെയും അഭിജിത് ദീപകയുടെയും ലക്ഷ്യം എന്താണെന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഭാവിയാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഭാവി തലമുറയെ കരുതിയുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. ആ തീരുമാനങ്ങളിൽ തങ്ങളും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നിഹാങ്കി സിക്കുകാർ വ്യക്തമാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇവരുടെ സാന്നിധ്യം ഈ CJPയുടെ അക്രമങ്ങൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ വ്യക്തമാക്കുകയാണ്, ആദ്യഘട്ടത്തിൽ ഈ CJPയുടെ സമരം വിദ്യാർത്ഥി ക്ഷേമം എന്ന് കരുതിയാണ് തങ്ങൾ ഇതിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ CJPയുടെയും അഭിജിത് ദീപകയുടെയും ഒക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് തങ്ങൾ തിരിച്ചറിയുന്നു. അത് നല്ല വഴിയല്ല, മറിച്ച് വിദ്യാർത്ഥികളെ കുഴിയിൽ ചാടിക്കാനുള്ള വഴികളാണ്, ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള വഴികളാണ് എന്നുള്ളതാണ് തങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾ ഈ CJPക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകില്ല എന്നുള്ളതാണ് ഈ നിഹാങ്കികൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ സമരക്കാർക്കിടയിൽ തന്നെ ഭിന്നത രൂപപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. S നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.